നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് എവർക്കും സ്വാഗതം. പ്രഫാസ് വഞ്ഞാറമൂടാണ്. ഞാൻ നിൽക്കുന്നത് ശ്രീകാര്യത്തിന് സമീപമായിട്ടാണ്. ശ്രീകാര്യത്ത് നിന്ന് 500 മീറ്റർ മാറി 11 സെൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു പ്ലോട്ട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ കിടന്ന ഈ ഒരു പ്ലോട്ടാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രീകാര്യം കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് സമീപമാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു. ആ ഒരു വഴിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു എൻട്രി കൂടിയുണ്ട്, അതായത് നമുക്ക് പ്ലോട്ടിലേക്ക് വരാൻ ഈ ഒരു വഴി കൂടിയുണ്ട്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശ്രീകാര്യം കല്ലമ്പള്ളിയിൽ നിന്ന് വരുന്ന ഒരു വഴിയാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള എൻട്രി ഉണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രീകാര്യത്ത് നിന്ന് ആക്കുളത്തേക്ക് പോകുന്ന വഴി കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിന് സമീപമായിട്ടാണ് നമുക്ക് ഈ ഒരു 11 സെൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലോട്ട് വരുന്നത്. ഇതേ മെയിൻ റോഡിൽ നിന്ന് ഒരു 400 മീറ്റർ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് എത്താൻ. നമുക്ക് പ്ലോട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുമ്പോഴുള്ള എൻട്രിയാണ് കേട്ടോ, വഴിയാണ് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ഈ ഒരു പ്ലോട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ സ്ക്വയർ പ്ലോട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു 11 സെൻറ്റ് അടങ്ങിയിട്ടുള്ള പ്ലോട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുമ്പോൾ മെയിൻ എൻട്രി അതാണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗേറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് നടന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു വഴി നമുക്ക് പ്ലോട്ടിലേക്ക് ആക്സസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വഴി നമുക്ക് ഈ ഒരു പ്ലോട്ടിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുമ്പോൾ 11 സെൻറ്റ് അടങ്ങിയിട്ടുള്ളൊരു പ്ലോട്ടാണ് നമുക്ക് വരുന്നത്. കൂടാതെ തന്നെ നമുക്കൊരു സ്ക്വയർ പ്ലോട്ടാണ്. ചുറ്റിലും മതിൽ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ലാൻഡ് എന്ന് പറയുന്നത് പക്ക കരഭൂമിയാണ്. പക്ക കരഭൂമിയിലാണ് നമ്മുടെ ഈ ഒരു ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് പ്ലോട്ടിന് ചുറ്റാക്കി തന്നെ നമുക്ക് ഫുള്ള് വീടുകളാണ് കേട്ടോ. അതേ ഈ ഒരു ഭാഗത്ത് വീടുണ്ട്, അതുപോലെ തന്നെ ഈ പ്ലോട്ടിൻ്റെ ബാക്കിൽ വീടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വീട്. ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമ്മുടെ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലാറ്റ് വില്ലകളൊക്കെ എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. നമ്മുടെ ഈ ഒരു പ്രോപ്പറിൽ നിന്ന് ഹൈവേയിലേക്ക് പോകാനും എളുപ്പമാണ്. അതായത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ് എന്ന് പറയുന്നത് ആക്കുളത്തേക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് പോകാനും നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് എളുപ്പമാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ലയോള സ്കൂള് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, അതുപോലെ തന്നെ നമുക്ക് ട്രിവാൻഡ്രം സിറ്റി എന്നിവിടങ്ങളിലേക്ക് എല്ലാം പോകാൻ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ നിന്ന് വളരെ എളുപ്പമാണ്.
നമ്മുടെ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് 11 സെൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു പ്ലോട്ട് നമുക്ക് ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം. അത് അല്ലാതെ തന്നെ നമുക്ക് രണ്ടായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലോട്ട് 5.5 സെൻറ്റ് വീതമുള്ള 2 പ്ലോട്ടുകളാണെങ്കിൽ ആ രീതിയിൽ വാങ്ങാവുന്നതാണ്. പതിനൊന്ന് സെൻറ്റ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്ലോട്ട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ പ്ലോട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.